വന്യജീവി ശല്യം അതുമായി ബന്ധപ്പെട്ട ആശങ്ക പരിഹാരമില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിൽ എന്തൊക്കെ നീക്കങ്ങളാണ് ഏറ്റവും ഒടുവിലായി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? വന്യജീവി ശല്യം പരിഹരിക്കാൻ അന്തർ സംസ്ഥാന ഏകോപന സമിതി രൂപീകരിക്കും. വയനാട്ടിൽ 2 RRT സംഘത്തെയും 170 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെയും അധികം നിയോഗിക്കാനും തൃശൂരിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. വനമന്ത്രിയെ പരിഹസിച്ച് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും സർക്കാരിനെ വിമർശിച്ച് സിറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിലും രംഗത്തെത്തി. റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ കഴിയാത്തതാണ് സർക്കാരിന് വെല്ലുവിളിയാകുന്നത്. ആനകളുടെ സഞ്ചാരപാത നിരീക്ഷിക്കുന്നതിനും വന്യജീവി ആക്രമണം തടയുന്നതിൽ കാര്യക്ഷമമായ ഇടപെടൽ ലക്ഷ്യമിട്ടുമാണ് അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നത്. വയനാട്ടിൽ വന്യജീവി ആക്രമണം പതിവാകുന്ന സാഹചര്യത്തിൽ 3 വനം വകുപ്പ് ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച സ്പെഷ്യൽ സെൽ ആരംഭിക്കും. പുതുതായി സേനയിലെത്തിയ 170 ബീറ്റ് ഓഫീസർമാരെ വയനാട്ടിൽ നിയമിക്കാൻ തീരുമാനിച്ചതായി ഇന്നു ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. 2 സംസ്ഥാനങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ്. 2 RRTകൾ കൂടി രൂപീകരിച്ച് പ്രവർത്തനം നടത്താനുള്ള തീരുമാനവും ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ധനവകുപ്പിനെ കുറിച്ചറിയാത്ത ധനമന്ത്രിയും വനം വകുപ്പിനെ കുറിച്ചറിയാത്ത വനം മന്ത്രിയുമാണ് സംസ്ഥാനത്തുള്ളതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. സാമ്പത്തിക മേഖലയെ കുറിച്ച് അറിയാത്ത ഒരാൾ ധനകാര്യ വകുപ്പിന്റെ മന്ത്രിയായിട്ടിരിക്കുന്നു. വനം വകുപ്പിന്റെ കാര്യങ്ങൾ അറിയാത്ത ഒരു മന്ത്രി വനം വകുപ്പിന്റെ ചുമതല. വയനാട്ടിൽ ഗുരുതര സാഹചര്യമാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും മുൻ MLA CK ശശീന്ദ്രൻ. വയനാട്ടിൽ വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശാശ്വതമായ നടപടികൾ ആവശ്യമാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രതികരിച്ചു. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിലെ സർക്കാരിന്റെ മെല്ലെപ്പോക്ക് ജനങ്ങളോടുള്ള നിസ്സംഗതയാണെന്നും വിമർശനം. വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ കൂടി വിമർശനം ഉന്നയിക്കുന്നവർ തയ്യാറാകണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. 24 തൃശൂർ.